പാക്കിന്റെ വില ഇത്ര രൂപ പറഞ്ഞ ആദ്യത്തെ സാധനം അതാ, പാക്കിന്റെ വില ഇത്ര രൂപ. അല്ലാതെ പാക്കിന്റെ വില എന്നുള്ളിടത്ത് പെണ്ണുങ്ങളുടെ കയ്യിലെ 300 രൂപ എന്ന് എഴുതി വെച്ചു. പെണ്ണുങ്ങളുടെ 300 രൂപ അതിലില്ല. പാക്കിന്റെ വിലയ്ക്ക് അതിൽ എഴുതിയിട്ടുണ്ട്. ആ പാക്കിന്റെ വില ആദ്യത്തെ മണ്ണൊരുക്കുന്നതിന്റെ ഇത്, അതിന് വെയിൽ കിട്ടുന്നുണ്ട്, വെയിൽ കിട്ടുന്നതിന് അതിന് കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ കൂലി, അത് ഉൾപ്പെടെയാണ് ഈ 1 ലക്ഷം രൂപ. അതുൾപ്പെടെയാണ് ഈ 1 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതുൾപ്പെടെയാണ്. 5 ലക്ഷമാണെങ്കിൽ 5 ലക്ഷത്തിൽ അതുണ്ട്. അതില്ലാതെ അടയ്ക്കാപുരം അങ്ങനെ ഉണ്ടാക്കാൻ ജോലി ചെയ്യേണ്ട പെണ്ണുങ്ങൾ ഈ കാശ് കൊടുത്ത് അടയ്ക്കാപുരം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ, ആ പാക്ക് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അത് ഇതിനകത്തില്ല. അപ്പൊ ഞാൻ അവിടെ എഴുതി കൊടുത്ത അത് എഴുതി കൊടുത്ത അല്ല, ഇപ്പൊ വേണ്ട, കൊടുക്കണ്ട. ഇപ്പൊ കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതിന് ഉത്തരം തന്നെ പറ്റത്തുള്ളല്ലോ. ഈ വിവരാവകാശ പ്രകാരം കൊടുത്തിരിക്കുന്ന സാധനത്തിന് ഉത്തരം വരണമല്ലോ. ഒന്നെങ്കിൽ തിരിച്ചു വെച്ചവര് ഒന്നെങ്കിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ട് എന്തെങ്കിലും. അല്ല, നിങ്ങൾ പിരിക്കുക ചെയ്യുകയും ചെയ്തു. ഞാനൊരു ഇത് കൊടുത്തത് നിസ്സാരമായിട്ട്, എന്നിട്ട് ഞാൻ ഇതൊരു പത്രവാർത്തയാക്കി. വിവരാവകാശ 11ാം വാർഡിൽ 8000 രൂപ കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വാർഡിലും ഉണ്ട് അതുപോലെ. ആ 7ാം വാർഡിലെ എന്നോട് പറഞ്ഞാൽ അത് മറിച്ച് ശരിയാണോ, 27,000 പത്രത്തിൽ കൊടുക്കരുത്. അത് കൊടുത്താൽ ഈ പറഞ്ഞ പോലെ അത് ഈ വർക്ക് ആണ് നിൽക്കാൻ പോകുന്നത്. പിന്നെ ഇവർ ഇതെല്ലാം ചെയ്തും പോയി ആ കുഴപ്പത്തിലാവും. ഇവര് പഞ്ചായത്തിൽ ഇത് ഇവർ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഇത് ആകെ ഒരാളിലാക്കും, അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. മേടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. പെണ്ണുങ്ങെടുക്കുന്ന കാശ് മേടിക്കാൻ പറഞ്ഞിട്ടില്ല. ഈ പ്രോജക്റ്റ് അതില്ല. പക്ഷേ അത് മേടിക്കും. അപ്പം ഒന്ന് ആലോചിച്ചു, നമ്മുടെ ആരെങ്കിലും, നമ്മുടെ 5 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, നിങ്ങൾ ആരെങ്കിലും അവിടെ പഞ്ചായത്ത് ചോദിച്ചിട്ട് എവിടുന്ന ഈ പൈസ മേടിക്കുന്നത് ആര് പറഞ്ഞു? അതിശക്തമായിട്ടുള്ളൊരു എതിർപ്പ് അവിടെ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാവരും അത് ശ്രദ്ധിക്കപ്പെട്ടതിന്. ആ പണം ഇതിൽ നിന്ന് എടുക്കേണ്ട പണമല്ല, അത് ആ പ്രോജക്റ്റിലുള്ള പണമാണ്. അത് ചെയ്യാവുന്നതിന് പകരം നിങ്ങൾ നടന്ന് പിരിക്കുമല്ലോ, നിങ്ങളും തിരിച്ചു അവർക്ക് അതിന്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുന്ന ക്രെഡിറ്റ്. നിങ്ങൾ ഡിസെൻഡിങ് നോട്ട് അപ്പം തന്നെ വേണം. ഇതിന് ഞങ്ങൾക്ക് പറ്റത്തില്ല. ആ പണം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോജക്റ്റ് നോക്കിയിട്ടുണ്ടോ? എൻ്റെ പ്രസന്നെ ആ പ്രോജക്റ്റ് നോക്കിയിട്ടുണ്ടോ? ആ പ്രോജക്റ്റിൽ ഇതുണ്ടോ? ഇതിന് പാക്കിന്റെ വില എന്നൊരു ഭാഗമുണ്ടോ? അത് ആ പാക്കിന്റെ വില പാക്കില്ലാതെ തൈക്ക് മുമ്പ് തന്നെ പ്രോജക്റ്റ് എടുത്തിട്ട് തൈ നട്ടില്ലേ, അതിന് അവര് തന്നെ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് തൊഴിൽ തരുന്നില്ല. തരാതായപ്പോഴത്തേക്ക് അവര് വേറെ തൊഴിൽ എടുത്തപ്പോഴത്തേക്ക് പാക്ക് കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തൊഴിലാളികളോട് ചോദിച്ചു, ഇത് അതിനകത്തുള്ളതല്ല. അപ്പൊ നമുക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അവര് അടുത്ത പ്രാവശ്യത്തെ ഒരു പ്രോജക്റ്റ് സ്വർണ്ണപ്പണി എന്ന് വെച്ചാൽ സ്വർണം കൊണ്ടുള്ള വളങ്ങൾ നിർമ്മിക്കുന്നതാണ് ഒരു പ്രോജക്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പൊ സ്വർണ്ണം ആര് മേടിക്കും? സ്വർണ്ണം പണിയണമെങ്കിൽ പണിക്കൂലിയെന്ന് മറ്റോ സാധനമില്ല, അതിൽ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വർണ്ണം ആര് മേടിക്കണം? ഈ തൊഴിലാളികൾ മേടിക്കണം. സ്വർണം തൊഴിലാളികൾ കാശ് മേടിച്ചൊന്ന് മേടിച്ചാലേ ഈ അപ്പൊ അത് നടക്കത്തില്ല. അല്ല, ഇത് കേക്ക് പ്രസന്നെ, ഇത് കേക്ക്. അപ്പം തൊഴിൽ കിട്ടിയേ പറ്റത്തുള്ളൂ. അതിനാണല്ലോ ആ സാധനത്തിനകത്ത് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു തൊഴിൽക്കാരുള്ള ഒരു തൊഴിലാളി സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്താൽ 14 ദിവസത്തിനകം തൊഴിൽ കൊടുത്തിരിക്കണം. കൊടുത്തില്ലെങ്കിൽ തൊട്ട് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, എനിക്ക് തൊഴിൽ രഹിത വേതനം തരണം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി കൊടുക്കണം. അതിനാണല്ലോ ആ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കൊടുക്കാതിരിക്കാൻ കാര്യം എന്താ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇത് എന്റെ പ്രസന്നെ ശാന്തി ഇത് കേക്ക്. അല്ല, ഇത് കേക്ക്. ശാന്തി ഇത് കേക്ക്. ഈ ആനയെ കണ്ട്, ഈ കുരുടൻ ആനയെ കണ്ട പോലെ, കുരുടൻ പണ്ട് ആനയെ കണ്ടായിരുന്നു. അപ്പൊ ആനയെ കണ്ടു ചോദിച്ചു, ഒരാൾ പറഞ്ഞ ആന എങ്ങനെ ഇരിക്കുന്നു? കാര്യം പോലും വലിയ തൂണായിരുന്നു. ഒരാൾ ചെവിയാൽ പിടിച്ചു നോക്കിയതാ. നിങ്ങൾ അതുപോലെ ചെയ്തത്. അങ്ങനല്ല ഇത്. ഇവിടുന്ന് നമ്മുടെ വാർഡിൽ നിന്ന് നേരത്തെ സാബുള്ളപ്പോഴാണോ എന്നറിഞ്ഞൂടാ ഒരു ആപ്ലിക്കേഷൻ സെക്രട്ടറിക്ക് കൊടുത്തു. ഞങ്ങൾക്ക് തൊഴിൽ കിട്ടണം. 4 പേരെ ആപ്ലിക്കേഷൻ കൊടുത്തു. അനിത ഇതിലുണ്ട്. അനിത നമ്മുടെ കത്ത് വന്ന് നിങ്ങൾക്ക് തൊഴിൽ എവിടാ? വളപ്പി. അല്ല, കൊടുത്തിരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടോ? നോക്കാതിരുന്ന ഓരോ കാര്യം ഇവിടെ ഇരുന്ന് പറഞ്ഞു. അതിനകത്ത് സെക്രട്ടറി അപ്പം തന്നെ ഇത് പരിശോധിച്ചിട്ട് ചിലപ്പോൾ പോകാതിരിക്കും. പക്ഷേ 14 ദിവസം പണി കൊടുക്കാൻ 10 വന്നു. അനിതയ്ക്കെല്ലാം കത്ത് വന്നു. പിന്നെന്താ അറിയാൻ വയ്യ? പിന്നെന്തിനാ അവിടെ പോയി? നിങ്ങൾ എന്തിനാ അവിടെ പോയി ഇരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നു. അണ്ണ പറയുന്നതൊക്കെ ഇപ്പൊ തൊഴിലില്ല. പ്രസിഡന്റിന്റെ വാർഡിൽ എത്ര തൊഴിലാണ് കൊടുത്തത്? 12 തൊഴിലെന്നല്ലേ അന്ന് പറഞ്ഞത്. ഒരു പ്രസിഡന്റിന്റെ വാർഡിൽ കൊടുത്ത 12 അപ്പൊ നിങ്ങളോട് ചോദിക്കാതാണ് കോൺഗ്രസ് നമ്മുടെ UPA ഗവൺമെന്റ് ഇത് പാസ്സാക്കിയത്. നിങ്ങളോട് ആരും ചോദിച്ചില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ അത് പാസ്സാക്കിയെടുത്ത്.
ഇത് പാസ്സാക്കിയ സാധനം നിങ്ങൾ ആ പുസ്തകം വെച്ചാണല്ലോ ഈ കാര്യമെല്ലാം ചെയ്യുന്നത്. ആ പുസ്തകത്തിൽ ഇതുണ്ടെന്ന് നിങ്ങളൊന്ന് ചുമ്മാ മാറിയിരുന്നേ. ഇത് ചെയ്താൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇന്ത്യ രാജ്യത്ത്. അതിന് ഓരോ ബഡ്ജറ്റിലും പണം മാറ്റിയിട്ടിരിക്കല്ലേ. ആ പണം ചെലവഴിക്കാതെ ലാപ്സാക്കി കളയാൻ പറ്റത്തില്ല. ഇനി വേറൊരു കാര്യം, തൊഴിൽ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തൊഴിൽ കൊടുത്തില്ലെങ്കിൽ വട്ടപൂജ്യമായി പോകത്തില്ല ഈ പഞ്ചായത്ത്. വട്ടപൂജ്യമായിട്ട് വെളിയിലിറങ്ങാം. പിന്നെ വെളിയിലിറങ്ങാൻ ഇവർക്ക് പറ്റത്തില്ല തൊഴിൽ കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ യുക്തി ഉപയോഗിച്ച് ഈ നിയമം എന്താണെന്ന് ആദ്യം ഒന്ന് പഠിച്ചു വെച്ചേച്ച് ബാക്കി ഞങ്ങൾ മേടിക്കത്തില്ല. തെങ്ങ് കയറി ഞങ്ങൾ മേടിക്കത്തില്ല. അതിൻ്റെ കമ്പ് ഞങ്ങൾ മേടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. അതിനെല്ലാം ഈ പ്രോജക്റ്റിൽ പണം മാറ്റി വെക്കണം. മാറ്റി വെച്ചാ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ അവർ പറയുന്നത് കേട്ടിട്ട് അതാണെന്ന് പറഞ്ഞു വാക്ക് മേടിക്കാൻ നടന്ന് വേണ്ട. അതിന്റെ കാര്യമില്ല. പ്രോജക്റ്റ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ആ പ്രോജക്റ്റ് പൂർണ്ണമാകണമെങ്കിൽ ഈ പാക്കും വേണം, കമ്പ് ഉണ്ടാകണമെങ്കിൽ പാക്കും. അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് എന്ത് ചെയ്യണം? ഗുണഭോക്തൃ വിഹിതം ആദ്യം തന്നെ എഴുതും. ഗുണഭോക്താക്കളുടെ തൊഴിലാളികളുടെ വിഹിതമായിട്ട് ഇത്ര രൂപ അങ്ങനെ എഴുതിയാൽ അവൻ സസ്പെൻഷൻ മേടിക്കും. ആ പ്രോജക്റ്റ് ഉണ്ടാകുന്ന സസ്പെൻഷൻ മേടിക്കും. കാര്യം അത് വ്യവസ്ഥയില്ല. അവർക്ക് തൊഴിൽ കൊടുക്കാനേ വ്യവസ്ഥയുള്ളൂ. തൊഴിൽ തെരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ നമുക്ക് നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നില്ല. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള അലോക്കേഷൻ ഈ പഞ്ചായത്തിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. അലോക്കേഷൻ ഇത്രയുണ്ട്. ഈ അലോക്കേഷൻ ഈ സാമ്പത്തിക വർഷത്തിൽ ചെലവഴിക്കേണ്ടതാണ്. ആ ചെലവഴിക്കാനുള്ള പ്രോജക്റ്റ് ഉണ്ടോ? പ്രോജക്റ്റ് ഉണ്ടോ? ചോദിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് എടുക്കും. ഇത്രയും അലോക്കേഷൻ അനുസൃതമായ പ്രോജക്റ്റ്. അപ്പൊ ചിലപ്പം തൊഴിൽ കുറയട്ടെ, 100 ചിലപ്പം കുറയുമായിരിക്കും. അലോക്കേഷൻ ഉണ്ട്. നമ്മൾ മുൻകൂട്ടിയല്ല അലോക്കേഷൻ. അല്ലാതെ തൊഴിലുറപ്പ് ഇറങ്ങാൻ നേരത്ത് അലോക്കേഷൻ കൊടുക്കുകയല്ല. മുൻകൂട്ടിയാണ് അലോക്കേഷൻ. മുൻകൂട്ടി ഈ പഞ്ചായത്തിൽ ആ തൊഴിലുറപ്പിന് വേണ്ടി ഇത്ര രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് മുൻകൂട്ടി പറയുക. ഒരു പേപ്പർ മുൻകൂട്ടി കൊടുത്തിട്ട് അതാണ് അലോക്കേഷൻ. ആ അലോക്കേഷൻ അനുസരിച്ച് പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം. പ്രോജക്റ്റുകൾ ഈ ഗ്രാമസഭയ്ക്കും ഉണ്ടാക്കാം. ഗ്രാമസഭയ്ക്കും പ്രോജക്റ്റ് ഉണ്ടാക്കാം. അത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് നമുക്ക് നോക്കിയത് ഇവിടെ ഒരു വഴി വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. അത് തീരുമാനിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാം. പ്രോജക്റ്റ് ഉണ്ടാക്കും. ആ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരിടത്തും അതാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. പൂർണ്ണമായ 100 തൊഴിൽ ദിനങ്ങൾ കൊടുക്കണമെന്നുള്ളത് മസ്റ്റാണ്. നിയമത്തിൻ്റെ പരിരക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. പാർലമെന്റിൽ പാസ്സാക്കിയ നിയമമോ അവിടെ പാക്ക് മേടിക്കാനും സ്വർണം മേടിക്കാനും വേലി കെട്ടാനും കയറ് മേടിക്കാനും അതിനകത്തൊരു വ്യവസ്ഥയേ ഇല്ല. ഒരു വ്യവസ്ഥയില്ല. തൊഴിലാളികളുടെ കയ്യിലെ കാശ് മേടിച്ച് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറയുന്നത് ഏത് രാജ്യം എവിടെ നടക്കുന്ന കാര്യം? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ നിയമത്തെ തന്നെ അട്ടിമറിച്ചല്ലോ. ആ നിയമത്തെ അട്ടിമറിച്ച് തൊഴിലാളികൾ കാശുമായിട്ട് വന്നില്ലെങ്കിൽ അപ്പം ഞാൻ ഈ പാക്ക് മേടിക്കാനുള്ള കാശില്ലാത്ത ഒരു തൊഴിലാളിക്ക് തൊഴിൽ കിട്ടൂ. പിന്നെ ഒരു കാര്യമാണ്, അണ്ണൻ ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലോ, ഒരു തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് 200 രൂപ അഥവാ പോയാൽ അവർക്കൊരു 30 തൊഴിൽ ദിനമായിരിക്കും കിട്ടുന്നത്. കാര്യം എന്തോ ആ 30 തൊഴിലിന് എന്തുകൊണ്ട് ഇതുകൊണ്ടേ 200 രൂപ ഉണ്ടെങ്കിലേ 30 തൊഴിലിനും കിട്ടത്തുള്ളൂ എന്നാ. അപ്പൊ അതാണ് എൻ്റെ കാര്യം. എന്ന് വെച്ചാൽ അതനുസരിച്ച് ഇവർ പറയുന്നത് നിങ്ങൾ, അതായത് ഈ പഞ്ചായത്ത് പറയുന്നതാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഇന്ന പോലെ ഇല്ലെങ്കിൽ പണിയും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ പണിയും ഇല്ലെങ്കിൽ, ഈ പണിയൊന്നും ഇല്ലെങ്കിൽ അത്രയും ജീവനക്കാരും വേണ്ടല്ലോ. ഇത് ചെയ്യുന്ന കുറച്ച് ജീവനക്കാരോട് ഇരിപ്പുണ്ടല്ലോ. ഈ പണിയില്ലെങ്കിൽ പിന്നെ ജീവനക്കാരൻ തന്നെ. അപ്പോൾ അവരുടെ ജോലിയും പോയത്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വാക്ക് മേടിക്കാൻ ഇല്ലെങ്കിൽ അതുമെല്ലാം സ്ഥിര ജീവനക്കാരല്ല. അത് അവരുടെ ജോലിയും പോവുക. ഇത് ഇംപ്ലിമെന്റ് ചെയ്തില്ല അവരുടെ ജോലി പോകില്ല. അവർക്ക് ജോലിയില്ല. പിന്നെ അപ്പോൾ അവരുടെ ജോലി പോകാനൊക്കത്തില്ല. അവർക്ക് അവിടെ ജോലി ചെയ്യണം. അലോക്കേഷൻ എന്തെല്ലാം ആനുകൂല്യം പറയും. എന്തിനാ? അതായത് CDS അംഗങ്ങൾക്ക് TA 500 രൂപ പ്രതിമാസം TA പ്രഖ്യാപിച്ചു. ഒരു ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചിരിക്കുക. 700 രൂപ ഇവർക്ക് മേറ്റുമാർക്ക് 700 രൂപ. പിന്നെ വേറെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ അല്ല, കിട്ടിയില്ലെങ്കിലും അത് വരെ ഉത്തരവിലൂടെ വന്നിട്ടുണ്ട്. അത് അതിന്റെ അലോട്ട്മെന്റ്, അതൊക്കെ ഇതല്ല അലോട്ട്മെന്റ് വരണം. അലോട്ട്മെന്റ് വരുമ്പോഴേ ഈ പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു അപാകത നമുക്കുണ്ട്. അവിടെയാണ് ഇതിന്റെ കുഴപ്പം പറ്റിയിരിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കിയിട്ടില്ല. ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഒരിടത്തും തൊഴിലുറപ്പിന്റെ നിയമ പഞ്ചായത്തിലുണ്ട്. അത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവിടെ പാർലമെന്റിൽ പാസ്സാക്കിയ സാധനം പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് വെച്ച് ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കി. സെക്രട്ടറിക്ക് കൊണ്ടുപോയി ഒരു അപേക്ഷ എഴുതി കൊടുത്ത് എനിക്ക് തൊഴിൽ വേണമെന്ന് പറഞ്ഞ അപേക്ഷ കൊടുക്കും. ചിലപ്പം വളപ്പിലായിരിക്കും പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാർഡിലായിരിക്കും. പക്ഷേ കൊടുത്തേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഓൺ ഫണ്ടിൽ, സെക്രട്ടറിയുടെ പഞ്ചായത്ത് ഫണ്ടല്ല, സെക്രട്ടറിയുടെ പോക്കറ്റിലെ പണം കൊടുക്കണം. തൊഴിലിൻ്റെ ചെയ്ത് തിരുവനന്തപുരത്തുകാരനോട് തന്നെ ചെയ്തെന്താ അവൻ ഇത് കൊടുത്ത് ജോലി കൊടുത്തില്ല. 15 ദിവസം അവനൊരു ആപ്ലിക്കേഷൻ വെച്ച് എന്തോ എനിക്ക് തൊഴിലിൻ്റെ വേതനത്തിന് അർഹതയുണ്ട്.
15 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നില്ല. അവൻ വീണ്ടും അവിടെ ചെന്നപ്പോൾ അവർ അവിടുത്തെ സെക്രട്ടറി പണം മാറി അയാൾക്ക് അത് കൊടുത്തു. പിന്നെ എന്തോ ചെയ്യുന്നു, അവരുടെ ഏജിലെ പാശ് പോകാൻ അവർക്കത്തില്ല. തൊഴിൽ ഉണ്ടാക്കിക്കൊന്നു അവരോട് പറഞ്ഞ് പ്രോജക്റ്റ് ഉണ്ടാക്കണം, പ്രോജക്റ്റ് തൊഴിൽ കൊടുക്കണം. ഒരു ആ മണ്ടൻ അതിന് പോയാൽ കിട്ടും, പോകാതെ പറഞ്ഞു കിട്ടണം. അപ്പം ഞാൻ പറഞ്ഞെന്താ, ഞാൻ ഇത് പറയാൻ ഒരു കാരണം, ഇത് തടസ്സപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ശശികാന്ത, ഇപ്രാവശ്യത്തെ തൊഴിലുറപ്പ് ഇലക്ഷൻ വർഷം അല്ല, ഇത് മാത്രമല്ല, ഞാൻ അതിന്റെ ഒരു കാര്യം, ഞാനിത് സന്ദർഭവശാൽ വന്നതാണ്. ഇതിന്റെ ഒരു കാര്യം എന്താ, നമ്മൾ 1000 രൂപ ഒരു സ്ഥലത്തുനിന്ന് കൊടുക്കണ്ട, 8 കൊല്ലമായിട്ട് ചുരുങ്ങി പോകും. ഈ പാക്ക് വിലയ്ക്ക് ഇവർ വാങ്ങിച്ചാൽ കുറച്ചുകൂടെ ജോലി കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ അവർ നിങ്ങളോട് എഴുതി ഒരേ വാർഡ് മെമ്പറുടെ ഒരു കത്ത്, മെമ്പറെ ഈ വാർഡിൽ തൊഴിലുറപ്പ് അടക്കണമെങ്കിൽ പാക്ക് വാങ്ങിക്കുന്നതിന് ഇത്ര രൂപ പിരിക്കാൻ എഴുതി തരും. എഴുത്തില്ല. എന്താ കാര്യം വെച്ചാൽ അങ്ങനെ എഴുതി തന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതില്ല, അത് പറയുക നിങ്ങളോട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അതനുസരിച്ച് പെണ്ണുങ്ങളോട് പറയുന്നു, അത് നോക്കി ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ വാക്ക് മേടിക്കുന്നു അല്ലെങ്കിൽ കയറ് മേടിക്കുന്നു, ഇത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രതികൂട്ടിൽ നിർത്താൻ പറ്റുന്ന സാധനം 6 നമ്മുടെ 5 പേരൊന്ന് എഴുന്നേറ്റ് നിന്ന്, 5 പേര് പഞ്ചായത്തിലൊന്ന് എഴുന്നേറ്റ് നിന്നാണ്, ആ യോഗത്തിലൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഈ തൊഴിലുറപ്പ്, ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കേണ്ട. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞാൽ, എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ബദൽ മാർഗം സ്വീകരിക്കും. അലോക്കേഷൻ ഇവിടെ കിടക്കുക. ഈ സാമ്പത്തിക വർഷത്തെ അലോക്കേഷൻ ഇവിടെ ഉള്ളപ്പോൾ 1 രൂപയും ചെലവഴിക്കാത്ത പഞ്ചായത്ത്, തൊഴിലുറപ്പിൽ 1 രൂപയും ചെലവഴിക്കാത്ത പഞ്ചായത്തായിട്ട് മാറാൻ കോട്ടയം ആരും വന്നു. അതോടുകൂടി പൂട്ടിക്കെട്ടി ഇവിടുന്ന് പോകത്തില്ല. പക്ഷേ നമുക്ക് അത് പറ്റുന്നില്ല. ആ പറ്റണമെങ്കിൽ ആദ്യം ഇതൊന്ന് പഠിക്കണം. തൊഴിലുറപ്പ് ആ പുസ്തകം എടുക്കുക, നമുക്ക് എങ്ങനെ ഇതിനെ അത് കൊണ്ടുവരാമെന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിസ്സാരമാണ്. പഞ്ചായത്ത്